സംസാരിക്കാൻ ഗ്രാമറിൻ്റെ ആവശ്യമില്ല, കോൺഫിഡൻസ് ഉണ്ടായാൽ മതി എന്ന് പലരും പറയാറുണ്ട്. എന്നാൽ ഒരു കാര്യം പറയട്ടെ, ഗ്രാമാറ്റിക്കലി തെറ്റായിട്ടുള്ള സെൻറ്റൻസസ് പറയുകയാണെങ്കിൽ നമ്മൾ ഇവരുള്ളവർ ആരെങ്കിലും തിരുത്തി തരും. പിന്നെ അതല്ലാതെ കേൾക്കാനൊരു ഭംഗിയില്ലേന്നേ. ഇപ്പോൾ ഹി ഇസ് ഗുഡ് എന്നതിന് പകരം ഹി ആർ ഗുഡ് എന്ന് പറഞ്ഞാൽ എല്ലാ രസമുണ്ടോ കേൾക്കാൻ? അപ്പോൾ സത്യം പറഞ്ഞാൽ പറയുമ്പോൾ, ഉച്ചരിക്കുമ്പോൾ ആ ഒരു സുഖം കൂടി ഉള്ളതാണ് ഗ്രാമാറ്റിക്കലി കറക്റ്റ് സെൻറ്റൻസ് എന്ന് പറയുന്നത്. ചെറുപ്പത്തിലൊരു പഴയ ഫോട്ടോയിൽ ചുമരുമ്പോൾ ഞാൻ എഴുതി വെച്ചിട്ടുണ്ട്, ഐ ആർ എ ഗുഡ് ചിൽഡ്രൻ. ഇപ്പോൾ ആലോചിക്കുമ്പോൾ ചിരി വരും, പക്ഷെ അന്ന് എൻ്റെ ഒരു പ്രായത്തിന് അതെന്നെ വലിയൊരു അറിവായിരുന്നു. അപ്പോൾ ഇത്രയേ ഉള്ളൂ, തെറ്റുകൾ ആർക്കും വരാം. പക്ഷേ അറിവ് കിട്ടിക്കഴിഞ്ഞാൽ അത് പ്രാക്ടീസ് ചെയ്ത് തെറ്റില്ലാതെ ഉപയോഗിക്കാൻ പഠിക്കാം. പൊസിഷൻ ഓഫ് ടൈം, അതായത് ടൈമിൻ്റെ തൊട്ട് മുൻപ് കാണിക്കുന്ന ആ ഒരു ഇന്ന ഓൺ ഒറ്റയ്ക്ക് അല്ലേ, അതൊക്കെ എവിടെയാണ് വരുന്നത് എന്നുള്ളതാണ് ഡിസ്കസ് ചെയ്യുന്നത്. ഇൻ ദ മോർണിംഗ്, കാലത്ത്, വൈകിട്ട്, ഉച്ചയ്ക്ക് അങ്ങനെയുള്ളതിനൊക്കെ ഇന്നാണ് യൂസ് ചെയ്യുക. ഇൻ ദ മോർണിംഗ്, ഇൻ ദ ആഫ്റ്റർനൂൺ, ഇൻ ദ ഈവനിങ്. ഇനി ഡേറ്റ് ഇല്ലാതെ ഓൺലി മന്ത് മാത്രം പറയുകയാണെങ്കിൽ ഇൻ ഫെബ്രുവരി, ഇൻ മാർച്ച് അങ്ങനെയൊക്കെയാണ് യൂസ് ചെയ്യുക. ഇനി ഏതെങ്കിലും സീസൺസ് പറയുമ്പോൾ ഇൻ തന്നെയാണ് യൂസ് ചെയ്യുക. അതായത് ഇപ്പോൾ മാങ്ങാക്കാലാണല്ലോ, അപ്പോൾ ഇൻ ദ സമ്മർ വി വിൽ ഗെറ്റ് എ ലോട്ട് ഓഫ് മാംഗോസ്. ഓരോ കാലഘട്ടങ്ങൾ പറയാനും ഇൻ തന്നെയാണ് യൂസ് ചെയ്യുക. ഇൻ ദ 1990s, 90 കിഡ്സ് എന്നൊക്കെ പറയാം, ഇൻ ദ 1990s. അതേപോലെ വർഷങ്ങൾ പറയാൻ ഇൻ 2018, ഇൻ 2015. ദിവസത്തിൻ്റെ കൂടെയും ഓൺ എന്നുള്ള പ്രപ്പോസിഷനാണ് വരുന്നത്. ഓൺ സൺഡേ, പിന്നെ ഇൻ ദ ഈവനിങ് എന്നൊക്കെ ഉള്ളത് ദിവസം കൂടി ചേർത്താണ് വരുന്നത് വെച്ചെങ്കിൽ ഓൺ മൺഡേ മോർണിംഗ്, ഓൺ സൺഡേ ഈവനിങ് അങ്ങനെയൊക്കെയാണ് വരിക. പിന്നെ സ്പെഷ്യൽ ഒക്കേഷൻസ് പറയുകയാണെങ്കിൽ ഓൺ മൈ ബർത്ത്ഡേ, ഓൺ എ ഹോളിഡേ. പിന്നെ മാസങ്ങളുടെ കൂടെ ഡേറ്റും കൂടി വരികയാണെങ്കിൽ ഓണാണ് വരിക. ഓൺ May 5th, ഓൺ 25th January, ഓൺ എ വീക്ക് ഡേ, ആഴ്ചയിലൊരു ദിവസം എന്ന് പറയില്ലേ, അതുപോലെ ഓൺ ദ വീക്ക് എൻഡ്. അറ്റ് ദ വീക്കെൻഡും യൂസ് ചെയ്യാറുണ്ട്. ഒന്ന് UK ആണ്, ഒന്ന് US ആണെന്നുള്ള വ്യത്യാസമുള്ളൂ. പിന്നെ അറ്റ് വരുന്നത് പോയിൻ്റ് ഓഫ് ടൈം കാണിക്കാനാണ്. അതായത് അറ്റ് നൈറ്റ്, അറ്റ് നൂൺ, അറ്റ് മിഡ് ഡേ, അറ്റ് മിഡ് നൈറ്റ്, അറ്റ് ബെഡ് ടൈം, അറ്റ് സൺറൈസ്, അറ്റ് സൺസെറ്റ്. വെളുപ്പിന് തന്നെ അല്ലെങ്കിൽ പാതിരാത്രിക്ക്, നട്ടുച്ചയ്ക്ക് അങ്ങനെയൊക്കെ പറയുന്നതിനാണ് അറ്റ് യൂസ് ചെയ്യുന്നത്. പിന്നെ ഒരു സ്പെസിഫിക് ടൈം പറയാം, അറ്റ് 10:30, അറ്റ് 9:15, ദ സ്കൂൾ സ്റ്റാർട്ട്സ് അറ്റ് 9:15. അങ്ങനെ ഉറപ്പുള്ള കൃത്യസമയം പറയാൻ വേണ്ടിയിട്ട് അറ്റ് ചേർത്ത് പറയും. Now pause the video and practice the given exercises. Thank you.